പുറകെ നടക്കുന്ന രത്നകുമാറിന് സ്വാഗതം. പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും അവരുടെ മറ്റ് ടീച്ചർ ഉണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് മീറ്റിംഗ് ആരംഭിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. ക്ലാസ് എടുക്കുന്നതിന് ഒരു വി കെ ദാമർസാറിനെ കുറിച്ചൊരു വാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാമർസാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഈ ഗ്രീൻ എനർജി ഫോറത്തിന്റെ പ്രസിഡന്റ് ആണ്. കൂടാതെ ഇതിന്റെ പ്രിൻസിപ്പൽ കോർഡിനേറ്റർ ആണ് ഈ പ്രോജക്റ്റിന്റെ. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ പ്രോജക്റ്റിൽ വളരെയധികം ഉണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു നമ്മളുടെ എല്ലാ ഒരു അനുഗ്രഹത്തിലൂടെയാണ് ഈ പ്രോഗ്രാം നടന്നു പോകുന്നത്. നമുക്കറിയാം ഇത് 13ാമത്തെ ടോക്ക് സീരീസ് ആണ്. അത് നമ്മള് നിരവധി ആൾക്കാരെ എക്സ്പേർട്സിനെ നമ്മള് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലൊക്കെ നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ഇതുകൊണ്ട് മാത്രമാണ്. ക്ലാസ്സെടുക്കാനായി ക്ഷണിച്ചു. ഹലോ, ഒരു കാര്യം സാർ, ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്തേക്കാം. സാറ് പിന്നെ ചെയ്താൽ മതി. എല്ലാവരെയും മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ. സാറ് തുടങ്ങാം സാർ. ശരി, എല്ലാവർക്കും സ്വാഗതം. അതിൽ പ്രധാനമായും ഞാൻ സ്വാഗതം പറയുന്നത് ഇതിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. അവർ ഓരോ ഗ്രൂപ്പ് നയിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവരുമായിട്ടായിരിക്കും ഈ ഇന്നത്തെ ചർച്ചയുടെ അവസാനത്തെ പകുതി ഭാഗം നമ്മൾ ചെലവഴിക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ പകുതിയിൽ ഞങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒരാൾ വീതമെങ്കിലും വന്ന് ഒരു വാചകമെങ്കിലും പറയണം. ഇതൊക്കെ ചോദ്യങ്ങളാവാം, നിങ്ങളുടെ അഭിപ്രായങ്ങളാവാം, നിങ്ങളുടെ ആശയങ്ങളാവാം, എന്ത് വേണമെച്ചാവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കുള്ള സമയമാണ് ഇന്നത്തെ ചർച്ചയുടെ അവസാനത്തെ പകുതി മുഴുവൻ. അതിനായിട്ട് തയ്യാറെടുക്കുക. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അധിക വിശദീകരണങ്ങളോ വേണമെങ്കിൽ അത് ഒരു കടലാസിൽ കുറിച്ച് വെക്കുക പോയിന്റ്. അത് കഴിഞ്ഞ് നിങ്ങൾ അവസാനം വിളിക്കുമ്പോൾ ഓരോരുത്തരും തയ്യാറായിട്ടുള്ളവർ മുന്നോട്ട് വന്ന് അൺമ്യൂട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് അവർ ഏത് വിദ്യാലയത്തിൽ നിന്നാണെന്നും സംസാരിക്കുന്ന ആളുടെ പേരും പറഞ്ഞ് ഉടനെ തന്നെ അറിയാനുള്ള കാര്യങ്ങൾ പറയുക. അപ്പോൾ അങ്ങനെ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ് ഞാൻ. അപ്പോൾ ഏതായാലും അങ്ങനെ തുടങ്ങുകയാണ്. പിന്നെ ഇതോടൊപ്പം കുറച്ച് മെൻ്റർ ടീച്ചേഴ്സ്, GEFൻ്റെ തന്നെ വളരെ ഉത്തരവാദപ്പെട്ട പൊസിഷനിലുള്ള ആളുകൾ, ഇതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റേഴ്സ്, ഇങ്ങനെയുള്ള ആളുകൾ, ഇപ്പോൾ ലബ്ബസാറ്, മധുകൃഷ്ണൻ, അതുപോലെ വേറെ ഒരുവിധം എല്ലാ ആളുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ സാഗൂതം ഇത് കേട്ടുകൊണ്ട് നിങ്ങളുടെ ചർച്ച ആരംഭിക്കുന്ന അവസരത്തിൽ അവരും ചിലപ്പോൾ ഇതിൽ ഇടപെട്ട് സംസാരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എന്താണ് പുതുതായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ ഞാൻ ഇപ്പോൾ കൊല്ലത്ത് നിന്നുള്ള UP വിദ്യാലയങ്ങളെയും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലത്തെ വിദ്യാലയങ്ങളെയും വിളിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ ഞാൻ കാണുന്നത് കൂടുതൽ പേരും ഇന്ന് പങ്കെടുത്തിട്ടുള്ളത് ആലപ്പുഴയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആലപ്പുഴയിൽ ഉള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ, പരിഹാരം തേടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യം ഒരുപക്ഷെ ചർച്ച തുടങ്ങി വെക്കേണ്ടത് ആലപ്പുഴക്കാരാണ്. അത് കഴിഞ്ഞ് എല്ലാവർക്കും സംസാരിക്കാം. ആരൊക്കെയാണ് റെഡി അവർക്കെല്ലാം സംസാരിക്കാം. അപ്പോൾ ആലപ്പുഴക്കാർ പറയുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുക, ആലപ്പുഴയിൽ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കണ്ടതായ, അതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയത്തിൻ്റെ ഒരു ചെറിയൊരു രൂപം മാത്രം പറഞ്ഞാൽ, അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളൊന്നും പറയണമെന്നില്ല. ഇന്നേ ഒരു വിഷയത്തിൽ ഞങ്ങൾ പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത്, നമ്മൾ ഈ പ്രോജക്റ്റിൽ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഏതെങ്കിലും അതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഘട്ടം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ
നിങ്ങളിത് ആലപ്പുഴക്കാർക്കും കൊല്ലക്കാർക്കും എല്ലാവർക്കും ഉള്ളതാണ്, UP-ക്കാർക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് ആലപ്പുഴയിൽ മാത്രമേ സംഭവിക്കാനിടയുള്ളൂ. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ യോഗം കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ ഇതിന് ചർച്ചക്കിടയിലോ നിങ്ങൾ ഏത് വിദ്യാലയമാണ് എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും 2 ദിവസത്തിനകം തന്നെ നമ്മൾ അത് എത്തിക്കാൻ ഏർപ്പാട് ചെയ്യും. അപ്പോൾ ഒന്ന്, നമ്മൾ ഈ വർക്ക് ബുക്കിൻ്റെ മെയിൻ്റനൻസ് ആണ്. അതായത് ഈ വർക്ക് ബുക്ക് നിങ്ങൾക്ക് 10-200 പേജുള്ള ഒരു പുസ്തകം തന്നിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ മേലെ നിങ്ങൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ക്ലാസ്സും നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ പേരും ഒക്കെ എഴുതണം. പിന്നീട് നിങ്ങളെ പ്രോജക്റ്റിന് ഞങ്ങളൊരു നമ്പർ തരും. ആ നമ്പറും നിങ്ങൾ ഈ പുസ്തകം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് നിങ്ങൾ ഈ പുസ്തകം വിലയിരുത്താൻ വേണ്ടി പ്രോജക്റ്റ് ഇവാലുവേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കോൺടെസ്റ്റ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പുസ്തകം നിങ്ങൾ സമർപ്പിക്കണം. അതിനെ ജഡ്ജിമാർ വായിച്ചു നോക്കി വിലയിരുത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും വൃത്തിയായി എന്ന് പറഞ്ഞാൽ വെട്ടലും തിരുത്തലും ഒന്നും പാടില്ല എന്നൊന്നുമില്ല. വെട്ടലും തിരുത്തലും ഒക്കെ ആവാം, പക്ഷെ അതും നമ്മൾ വൃത്തിയായിട്ട് വേണം ചെയ്യുന്നത്. അതായത് ഒരു ഗവേഷണം ചെയ്യുന്ന ആളുടെ ഗൗരവത്തിൽ വേണം നിങ്ങൾ ഈ പുസ്തകം മെയിൻറ്റെയിൻ ചെയ്യാൻ. ഈ പുസ്തകത്തിൽ എന്താണ് എഴുതേണ്ടത്? നാൾ വഴി എല്ലാ ദിവസവും എഴുതണമെന്ന് നിർബന്ധമില്ല. ഈ പ്രോജക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാലയത്തിലോ, ഇപ്പോൾ എല്ലാം UP കുട്ടികളാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിലോ നിങ്ങളുടെ മെൻറ്റർ ടീച്ചറുമായോ നിങ്ങൾ ചർച്ച, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായി നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ വളരെ ചുരുക്കി അതിനെക്കുറിച്ച് വെച്ചാൽ, മുഴുവൻ വിശദമായിട്ട് എഴുതണമെന്നൊന്നുമില്ല. എഴുതാൻ സമയമുണ്ടെങ്കിൽ എഴുതാനും വിരോധമില്ല. പക്ഷെ എന്നാലും പിന്നീട് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള ചെറിയ ഒറ്റ വാക്കുകളിലോ അല്ലെങ്കിൽ ചെറിയ ഹ്രസ്വമായിട്ടുള്ള സെൻറ്റൻസുകളിലോ നമ്മൾ അത് എഴുതി ഓരോ പേജിൽ, ഇപ്പോൾ ഇന്നത്തെ ഒരു തീയതി അല്ലെങ്കിൽ പ്രീവിയസ് ഒരു ഏതെങ്കിലും ഒരു തീയതിയുടെ നമ്മൾ എഴുതി, അത് കഴിഞ്ഞ് അടുത്ത പേജ് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പേജ് ഉണ്ട്. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് നിങ്ങൾ അടുത്ത പേജിൽ ആ ഡേറ്റ് കുറിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ എഴുതുക. ഇങ്ങനെ എഴുതുമ്പോൾ പലപ്പോഴും നിങ്ങളെ ഗ്രൂപ്പിൽ നിങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ ചർച്ച ചെയ്ത വിഷയം, അന്ന് കേട്ട പ്രഭാഷണം അല്ലെങ്കിൽ അന്ന് വായിച്ചിട്ടുള്ള ഒരു ലേഖനം അല്ലെങ്കിൽ അന്ന് കണ്ട ഒരു പത്രവാർത്ത, ഇതൊക്കെ ആയിരിക്കും ഇതിനകത്തുണ്ടാവുക. അപ്പോൾ അത് എഴുതി വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ 4 പേരുള്ള ഗ്രൂപ്പിൽ 4 പേർക്കും ഒരേ അഭിപ്രായമായി എന്ന് വരില്ല. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായ ഒരു അഭിപ്രായമുണ്ട്. പക്ഷെ 4 പേരും കൂടി മെൻറ്റർ ടീച്ചറുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനപ്രകാരം നിങ്ങളൊരു സംഗതിയിലേക്ക് പോയിരിക്കുന്നു. ഇന്നായിരിക്കും നമ്മൾ അടുത്ത നടപടി എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അതിലുണ്ടായിരുന്നുവെങ്കിൽ, വ്യത്യസ്തമായ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ആ കാര്യവും നിങ്ങൾക്ക് അവിടെ അടിയിൽ കുറിച്ച് വെക്കാം. ഈ വിഷയത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ നിർദ്ദേശം ഇന്നതാണ് എന്ന് കൂടി അവിടെ എഴുതി വെക്കാം. വേറെ ഒന്നും വേണ്ട. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ ആരും പറയാൻ പോകുന്നില്ല, നിങ്ങളും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മൊത്തത്തിൽ നിങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അവിടെ കണ്ട കാര്യങ്ങളിൽ നിങ്ങൾ ഒരു ചെറിയ നിങ്ങൾക്കൊരു വ്യത്യസ്തമായിട്ട്, ഒരുപക്ഷെ അവസാനം നമ്മൾ പ്രോജക്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആയിരിക്കും നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് ചിലപ്പം വളരെ വിലപ്പെട്ട പോയിന്റ് ആയിരിക്കും. അപ്പോഴാണ് നിങ്ങളൊരു ആ ഗ്രൂപ്പിലത്തെ ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അന്ന് എഴുതി വെച്ചിട്ടുള്ള ഈ അഭിപ്രായം തീർച്ചയായും നിങ്ങളെ പ്രോജക്റ്റിൻ്റെ അവസാനം വിലയിരുത്തുമ്പോൾ അതിന് നല്ല മാർക്ക് കിട്ടും. കാരണം ഇതിനകത്ത് നല്ലൊരു ചർച്ച നടക്കുകയും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പരിഗണിക്കുകയും അതിൽ ഏറ്റവും സ്വീകാര്യമായത് എന്ന് കൂട്ടായി തോന്നിയ കാര്യം തീരുമാനിച്ച് നടത്തുകയും ചെയ്തു. പക്ഷെ അതേസമയം തന്നെ അതിൽ വളരെ വിലപ്പെട്ട ഒരു നിർദ്ദേശം അതിലൊരു വിദ്യാർത്ഥിയിൽ നിന്നുണ്ടായിരുന്നു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ വിദ്യാലയത്തിനും നിങ്ങളുടെ ഗ്രൂപ്പിനും നിങ്ങളുടെ ഈ എൻ്റയർ ഇന്നവേഷൻ ചെയ്യുന്ന 24 പേരടങ്ങുന്ന, അതായത് എത്ര ഗ്രൂപ്പുണ്ടോ അത്രയും 4 പേരുള്ള ഗ്രൂപ്പുകളുടെ സമുച്ചയത്തിന് അവർക്കുള്ള ഒരു വിലയിരുത്തലായിട്ട് അത് വരും. അതുകൊണ്ട് ഈ ബുക്ക് എഴുതി വയ്ക്കുന്നത് വളരെ കറക്റ്റായിട്ട് വൃത്തിയായിട്ട് നിങ്ങൾ മുടങ്ങാതെ, തുടങ്ങിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങിയവർ ഇനി അങ്ങോട്ടെങ്കിലും വളരെ വൃത്തിയായിട്ട് ഈ രീതിയിലുള്ള സംഗതികളാണ് അതിൽ കുറിക്കേണ്ടത്. മിക്കവരും പ്രോജക്റ്റ് എന്തെങ്കിലും തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മെൻറ്റർ ടീച്ചറുടെ ഉപദേശത്തോടു കൂടി നിങ്ങൾ വർക്ക് തുടങ്ങിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും
ഇനി ആ വർക്ക് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിവതും ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റ് ഏപ്രിൽ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഏകദേശം അതിൻ്റെ ഒരു അറ്റം വരെ കണ്ടിരിക്കണം. അതിനെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് മെയ് മാസവും സമയമുണ്ട് വർക്ക് ചെയ്യാൻ. പക്ഷേ ഏപ്രിൽ വരെ നമ്മൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏകദേശം നിങ്ങളൊരു തീരുമാനമായിട്ടുണ്ടെങ്കിൽ, അതിനെ നമ്മൾ ഒന്നുകൂടി നിങ്ങൾ ചർച്ച ചെയ്ത് വിലയിരുത്തി അതിനെ ഒന്നുകിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു ഒരു വഴി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി കൂടുതൽ മൂർച്ചയുള്ളതാക്കി മാറ്റുക. അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ മെച്ചപ്പെടുത്താനുള്ള അവസരം അങ്ങനെ നോക്കുന്നത്. അതായത് നമ്മളൊരു പരീക്ഷ പേപ്പറെല്ലാം എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ നമുക്ക് നേരത്തെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു അവസരമാണ്. അത് നമുക്ക് ഒരുപാട് മാർക്ക് സേവ് ചെയ്യും നമ്മളത് തിരുത്തിയില്ലെങ്കിൽ. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിനെ ഏറ്റവും നല്ലതായിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധ അറിയിക്കുന്നതായിട്ട് ജഡ്ജിമാർ കാണാൻ സഹായിക്കുന്ന ഒരു പരിപാടിയാണ്. നിങ്ങളിതിനെ പലതവണ റിവ്യൂ ചെയ്ത് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മെച്ചപ്പെടുത്താൻ പറ്റില്ല, എന്നാലും വിരോധമില്ല. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടേ ഇരുന്നു എന്നുള്ളത് ഇന്നവേഷൻ പ്രോസസ്സിൻ്റെ, അതായത് നമ്മൾ എങ്ങനെയാണ് മെച്ചപ്പെടുത്തലുകൾ ചെയ്യുന്ന ആ പ്രക്രിയയിൽ നമ്മൾ അവശ്യം ചെയ്തിരിക്കേണ്ട ഒരു ഘട്ടമാണ്. നമ്മൾ ചെയ്തതിനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി, ഒന്നുകൂടി വിലയിരുത്തി, ഒന്നുകൂടി ചർച്ച ചെയ്ത്, ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് മെച്ചപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ അതിനെ വീണ്ടും വെക്കുക. ഒരുപക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിന് എന്തെങ്കിലും ഒരു പൊടിപ്പോ തൊങ്ങലോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വെച്ച് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും. ഇത് ഈ പ്രക്രിയയിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിങ്ങളുടെ വർക്ക് ബുക്കിൽ കുറിച്ച് വെച്ചിരിക്കണം. ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ പ്രോജക്റ്റ് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിന് ഒരുപാട് പണം വേണ്ടേ? ഞങ്ങളിത് എങ്ങനെ പ്രോജക്റ്റ് ചെയ്യും? ഇത്രയും സമയം കൊണ്ട് തീരുമോ എന്നൊക്കെയുള്ള. സത്യത്തിൽ ഈ കോണ്ടസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ട എന്ന് പറയുന്നില്ല, എന്തെങ്കിലും ചെയ്ത് തെളിയിക്കുന്നു എന്നുള്ളതല്ല ഇതിൽ. നമ്മൾ ഇതിൽ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ കൂട്ടായ ബുദ്ധിയിൽ, 4 പേരും കൂടി ചേർന്നിട്ടുള്ള കൂട്ടായിട്ടുള്ള ഓരോ ഗ്രൂപ്പിൻ്റെയും ബുദ്ധിയിൽ നിങ്ങൾ ചർച്ച ചെയ്ത് എങ്ങനെ ഇത് പരിഹരിക്കണം എന്നുള്ളതിന് ഒരു വഴിയും, അങ്ങനെ ചെയ്യുന്നതിനുള്ള ഏതെങ്കിലും ഒരു ശാസ്ത്രതത്വമോ അല്ലെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് തത്വമോ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടിക്രമം നിങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ പറയാം, നിങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ നിങ്ങൾ നൽകിയിട്ടുള്ള നിർദ്ദേശം, നിങ്ങളുടെ ഇന്നവേഷൻ ജഡ്ജിമാർ വന്നിട്ട് പറയാണ്, ഇതുകൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കപ്പെടും തോന്നുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ മുമ്പ് ചെയ്തതിനേക്കാൾ മെച്ചപ്പെട്ട, അതിനേക്കാൾ ചെലവ് കുറഞ്ഞ, അതിനേക്കാൾ ആയാസം കുറഞ്ഞ ഒരു പരിഹാരത്തിലേക്കാണ് അതാണ് നമ്മൾ ഇന്നവേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണം പോലെയുള്ള കണ്ടുപിടുത്തങ്ങളൊന്നുമല്ല നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളതായാലും വിരോധമില്ല. പക്ഷേ ഏതായാലും നമുക്ക് വേണ്ടത് ആ പ്രശ്നത്തിന് വേണ്ടുന്ന പരിഹാരത്തിലേക്ക് നിങ്ങൾ എങ്ങനെ പോയി എന്നുള്ളതാണ്. അല്ലാതെ ആ പരിഹാരം ശരിയായതായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തലയിൽ തോന്നുന്ന ഏതാശയവും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. സാധാരണ ഗവേഷണത്തിൽ ഇങ്ങനെ വരുന്ന ആശയങ്ങൾ, ഒരു 10 ആശയം പറഞ്ഞാൽ അതിൽ ശരിയിലേക്ക് പോകുന്നത് 1 or 2 മാത്രമേ ഉള്ളൂ. അത് മുതിർന്നവർ വലിയ ഗവേഷണശാലകളിൽ ചെയ്യുന്ന വലിയ നമ്മൾ പേര് കേട്ടുള്ള നാസ അടക്കമുള്ള വലിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ പോലും ഈ ഒരു 10-1 എന്നുള്ള രീതിയിൽ മാത്രമേ ശരിയായ തീരുമാനങ്ങൾ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ തീരുമാനം ശരിയായില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇന്നവേഷന് കഴിവില്ല എന്നൊന്നും അർത്ഥമില്ല. നിങ്ങൾ ആലോചിച്ച രീതിയിലുള്ളതിനെ ശരിയാക്കാൻ, അതിനെ ഒരു പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനമാണ് യഥാർത്ഥത്തിലുള്ള നിങ്ങളുടെ ഇന്നവേഷൻ്റെ ആ വാശിയും നിങ്ങളുടെ കൗശലവും ഒക്കെ തന്നെ അതിലാണ് ഉള്ളത്. അപ്പോൾ അതിനെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ഒരു വഴി.
അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ കണ്ടുപിടുത്തം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പുതിയ പരിഹാരം, നിർദ്ദേശം, അത് വളരെയധികം ആകർഷകമായ ഒന്നാണ്. ആരും കേട്ടാൽ നമ്മൾ അതിശയിച്ചു പോകുന്ന ഒന്നാണ് എന്നുള്ള രീതിയിൽ ഉള്ള കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ അവരെ തീർച്ചയായും അത് വളരെ സ്വാഗതാർഹമാണ്. അത്തരം നമ്മൾ ഈ 2 ജില്ലകളിലും നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളിൽ നിന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു UP തലത്തിൽ ഒരു 200 പ്രോജക്റ്റുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് 200 പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രോജക്റ്റുകളും ഡാറ്റ കളക്ട് ചെയ്ത് വേണമെന്ന് നിർബന്ധമില്ല. ഏത് വിവരത്തെ നിങ്ങൾ ഡാറ്റ എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നമ്മൾ സാധാരണഗതിയിൽ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിതിവിവര കണക്കുകൾ ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ചില വിഷയങ്ങളിലുള്ള നമ്പറുകളൊക്കെ എടുത്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുന്നതാണ് നമ്മൾ ഒരു ഡാറ്റ ആയിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ സാങ്കേതികാർത്ഥത്തിൽ ഡാറ്റ എന്ന് പറയുന്നത് ഏത് അറിവും ഡാറ്റ തന്നെയാണ്. അപ്പോൾ ഈ ഡാറ്റ എടുക്കുന്നതിന് നിങ്ങൾക്ക് ഏത് മാർഗം വേണം സ്വീകരിക്കാം. സത്യത്തിൽ ഡാറ്റ എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതല്ല ഇന്നവേഷൻ. എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഇതൊരു പരിഹാരമാവുമെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്ന ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്നവേറ്റീവ് ഐഡിയാസ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഡാറ്റ എടുക്കുന്നതിനേക്കാൾ പ്രധാനം നമുക്ക് അവരുടെ മനസ്സിൽ വന്നിട്ടുള്ള ആശയമാണ്. ഇങ്ങനെ ചെയ്താൽ ഇത് ശരിയാക്കാം, അല്ലെങ്കിൽ ഇത് മറ്റതിനേക്കാൾ ഇന്ന് നിലവിലുള്ള രീതിയേക്കാൾ എളുപ്പം ആകും, എങ്ങനെയൊക്കെയുള്ള ചില കണ്ടുപിടുത്തങ്ങളാണ്. ഉദാഹരണത്തിന് ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സോളാർ പമ്പിങ് വന്നതിന് ശേഷം ചില ഗ്രാമങ്ങളിലൊക്കെ കൃഷി നനയ്ക്കാൻ വേണ്ടി നമ്മുടെ ഈ ഷവർ പോലെയുള്ള ചെറിയ വാട്ടർ ഹെഡുകൾ വെച്ചിട്ട് ഈ സോളാർ ഇതുകൊണ്ട് വെള്ളം പമ്പ് ചെയ്ത് അതിനൊരു പ്രത്യേക ഹൈറ്റിലേക്ക് കൊണ്ടുപോയി പീച്ചുമ്പോൾ അത് കൂടുതൽ ഏരിയയിലേക്ക് ചെറിയ നനവ് നൽകും. സാധാരണ നമ്മൾ ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെടിക്ക് മാത്രം കുറേ വെള്ളം ഒഴിക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ ഒരു 5% പോലും ആ ചെടിക്ക് ആവശ്യമുണ്ടാവില്ല. പക്ഷെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ചിന്താഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ചെടിക്കും ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത്രയൊന്നും വെള്ളം ചെടി എടുക്കില്ല. ചെടി അതിനാവശ്യമായ വെള്ളം മാത്രമേ എടുക്കുള്ളൂ. അത്രയും ആവശ്യമായ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അത് വാടിപ്പോകും, ഉണങ്ങിപ്പോകും, അവസാനം ചെടിയേ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷേ ഈ ആവശ്യമായ വെള്ളം മാത്രം നമ്മൾ കൊടുക്കുക എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് വെള്ളം കൂടുതൽ ഏരിയയിൽ വളരെ അധ്വാനമോ കൂടുതൽ ഊർജമോ ഒന്നും ആവശ്യമില്ല. ഇത് പൊക്കത്തിൽ വെച്ച് ഒരു സ്പ്രേ പോലെ ഇങ്ങനെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ ഗ്രാവിറ്റിയാണ് പിന്നെ അതിൽ വർക്ക് ചെയ്യുന്നത്. അവിടം വരെ കൊണ്ടുപോകുന്നത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അതിലൊരു ചെറിയൊരു എന്താ പറയണ്ടേ, ഇങ്ങനെ ഒരെണ്ണം പൊക്കി വെച്ച് കൂടുതൽ ഏരിയ നനയ്ക്കാം എന്നുള്ളതൊരു പുതിയ ആശയമാണ്. അപ്പോൾ അതിനാണ് അതിൻ്റെ വില. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില സംഗതികളൊക്കെ ചെയ്യുന്നതിന് ഇതുണ്ട്. പഴയ കാലത്ത് നമ്മളെ ഗ്രാമങ്ങളിലൊക്കെ ഏത്തമില്ലേ, ഒരു കയറിലിങ്ങനെ പഴയ ഈ കവുങ്ങിൻ്റെ പാള അതിൻ്റെ ഇതുണ്ടല്ലോ കെട്ടിയിട്ട് അത് ചെറിയൊരു സെമി ബക്കറ്റ് പോലെ ആക്കിയിട്ട് അതൊരു തോട്ടിലത്തെ വെള്ളത്തിൽ ഇങ്ങനെ 2 പേര് കൂടിയിരുന്ന് ആഞ്ഞ് വലിച്ച് അതിലെ വെള്ളം അതിലോട്ട് കയറിയതിന് അതിനേക്കാൾ പൊക്കത്തിലുള്ള ഒരു തോട്ടിലേക്ക് കയറ്റിവിടുക, അല്ലെങ്കിൽ പൊക്കത്തിലുള്ള പാടത്തേക്ക് കയറ്റിവിട്ടിട്ടാണ് പഴയ കാലം. അന്ന് ആളുകളുടെ മസിൽ ഊർജം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് നമ്മളെ പമ്പിംഗ് ഒക്കെ വന്നത്. അത് ആദ്യം എഞ്ചിനുകൾ ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്തു, പിന്നീട് ഇലക്ട്രിസിറ്റി വന്നപ്പോൾ ഇലക്ട്രിക് പമ്പുകൾ വന്നു, ഇങ്ങനെയൊക്കെ വന്നു. ഇപ്പോഴും നമ്മൾ ഈ സോളാർ ഊർജം. ഈ രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇന്നലെ വരെ ചെയ്തതിനെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ചിലതിൽ ഒരുപക്ഷെ നമ്മൾ ചെയ്തത് ശരിയാണെന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച് ഡാറ്റ നമ്മൾ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഡാറ്റ എടുക്കുന്നത് നല്ലതാണ്, അത് വേണം. പക്ഷെ അങ്ങനെ ഡാറ്റ ഇല്ലാതെയും ഒരാശയം നമ്മുടെ തലയിൽ വരികയും അത് പ്രാവർത്തികമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ന്യായീകരിച്ചു കൊണ്ട് എഴുതിയാൽ മാത്രം മതി. ആ
ആശയത്തെയും അതിനെ നിങ്ങൾ ന്യായീകരിച്ച രീതിയും നോക്കി തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സംഗതി ന്യായീകരിക്കുന്നതിന് എന്തായാലും എഴുതണം. അതിനും പുറമെ അത് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ ആ ചെയ്ത് കാണിക്കുന്നത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷേ നമ്മൾ ഈ ജഡ്ജിമാരെ നിങ്ങൾ ഓരോ സ്ഥലത്തും 2 ജില്ലകളിലുള്ള ഏത് കോണിലും ചെന്ന് നിങ്ങൾ ചെയ്ത വർക്ക് നേരിട്ട് കാണാൻ ഒരുപാട് സമയവും ഒരുപാട് ഊർജവും ഒരുപാട് പണവും വേണ്ടിവരും. അതിന് ഇന്നത്തെ ടെക്നോളജികൾ ഉപയോഗിച്ച് നമുക്ക് സൂത്രപ്പണികളുണ്ട്. എന്താണ്? നിങ്ങൾ ചെയ്തിട്ടുള്ള ആ വർക്കിനെ നിങ്ങൾ തന്നെ നിങ്ങളെ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകരുടെ മൊബൈലിൽ നിങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്ത് അത് അയച്ചു ജഡ്ജിമാർക്ക് അതിനെ വളരെ പെട്ടെന്ന് വിലയിരുത്താൻ കഴിയും. അപ്പം അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി വരുന്ന ചെറിയ ചെറിയ ചെലവുകളൊക്കെ നിങ്ങളുടെ തന്നെ വീടുകളിൽ നിന്നോ വിദ്യാലയങ്ങളിൽ നിന്നോ ഉണ്ടാക്കി അങ്ങനെ ചെയ്യുന്നതുകൊണ്ടും വിരോധമില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ആകെ ചെയ്യുന്നത് ഈ 2 ജില്ലകളിൽ നമ്മൾ UP തലത്തിലുള്ള കുട്ടികളിൽ നിന്ന് എത്ര പേരാണ് പുതിയ ആശയങ്ങളും പുതിയ ഇന്നവേഷൻസും കൊണ്ടുവരുവാൻ കഴിവുള്ള ആളുകൾ. എല്ലാം കൊണ്ടുവരണമെന്ന് പോലും നിർബന്ധമില്ല. അതിനുവേണ്ടി ശ്രമിക്കുന്നത് തന്നെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള എത്ര പേരെ നമുക്ക് ഈ ജില്ലയിൽ നിന്ന് കണ്ടെത്താൻ പറ്റുന്നുള്ളതാണ് ഞങ്ങളുടെ, അതായത് IREയുടെയും GEFൻ്റെയും പ്രധാന ലക്ഷ്യം. അങ്ങനെ എത്ര കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്നു. എന്തിനാണ് നിങ്ങളെങ്ങനെ കൊണ്ടുവരുന്നത്? അതും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെങ്ങനെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു താല്പര്യവും ബുദ്ധിയും കൗശലവുമുള്ള കുട്ടികളെ ഈ രംഗത്ത് കൂടുതൽ പരിശീലനത്തിനായിട്ട് ഈ നമ്മുടെ ഇക്കൊല്ലത്തെ ഈ കോൺടെസ്റ്റ്, ഈ പ്രോജക്റ്റ് അങ്ങോട്ട് കഴിയുമ്പോൾ അത്തരം ആളുകൾക്ക് ഞങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടോ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേറെ ഏത് മേഖലയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ നേടാനും ഇതുപോലെ ഇതിലും വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ഒരു ഇന്നവേഷൻ, അതൊരു ട്രെയിനിങ് അല്ല, ഒരു എന്താ പറയുക, അതൊരു ഒരു 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 നമ്മൾ പറയുക അതിനൊരു ഇൻറ്റേൺഷിപ്പ് പോലെ നിങ്ങളൊരു കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് നിങ്ങളുടെ തലയിലുള്ള ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി കാണിച്ച് ബോധ്യപ്പെടുത്താൻ വിദഗ്ധന്മാരുടെ മുമ്പാകെ അവരുടെ സഹായവും അവിടെ കിട്ടും. അങ്ങനെയുള്ള പ്രോജക്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിനും പുറമെ നിങ്ങൾക്ക് വളരെ വലിയ ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒരു സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റാൻ, അതായത് കൊച്ചു ഒരു വ്യവസായമായിട്ട് മാറ്റാൻ വരെ ഉള്ള എല്ലാ സഹായവും ഇത്തരം ആളുകൾക്ക് നൽകി. എന്തിനാണ് ഇത് നൽകുന്നത്? നമ്മുടെ നാട്ടിലത്തെ പ്രശ്നങ്ങൾ, നാളത്തെ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ യുവാക്കൾക്കും പരിഹരിക്കാൻ കഴിയുമെന്ന് ഗവൺമെൻറ്റിനും നിങ്ങളുടെ അധ്യാപകർക്കും ഞങ്ങൾക്കും ഇതുപോലെ വ്യവസായങ്ങളൊക്കെ നടത്തുന്ന കമ്പനികൾക്കൊക്കെ തന്നെ അവർക്കൊക്കെ ബോധ്യമായി കഴിഞ്ഞാൽ തീർച്ചയായും അവരുടെയൊക്കെയുള്ള എല്ലാ വിഭവങ്ങളും ഉപയോഗിച്ച് ഇനി അങ്ങോട്ട് നിങ്ങളുടെ വിദ്യാലയത്തിൽ ഇതിനു വേണ്ടി തന്നെയുള്ള ചെറിയ പരിശീലനങ്ങൾക്ക് ചെറിയ ക്ലബ്ബുകൾ, ഇന്നവേഷൻ ക്ലബ്ബുകൾ തുടങ്ങാൻ കഴിയും. ചില സ്ഥലങ്ങളിലൊക്കെ ഗവൺമെൻറ്റിൻ്റെ YIP എന്ന് പറഞ്ഞ് KDISCിൻ്റെ ഒരു ഇന്നവേഷൻ പ്രോജക്റ്റ് ഉണ്ട്. അവരും ഇതുപോലെയുള്ള ക്ലബ്ബുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മെച്ചപ്പെട്ട വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി ഗ്രൂപ്പുകൾക്കും അവരുടെ വിദ്യാലയത്തിൽ ഇതുപോലെയുള്ള ഒരു ക്ലബ്ബ് ഉണ്ടാക്കാനുള്ള സൗകര്യവും പിന്നീട് വരുന്നതാണ്. അതൊക്കെ നമ്മൾ ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ വരുള്ളൂ. നമ്മൾ ഒന്നും ചെയ്യാതെ അവസാനം ഇതൊക്കെ വരട്ടെ എന്ന് വിചാരിക്കരുത്. പക്ഷെ അതുകൊണ്ട് ഇതെല്ലാം വരാൻ വേണ്ടി നിങ്ങളുടെ വിദ്യാലയത്തിൽ ഇത്തരം സൗകര്യങ്ങൾ വന്ന് നിങ്ങളുടെ അനുജന്മാർക്കും അനുജത്തിമാർക്കും ഇത്തരം സൗകര്യങ്ങൾ ഇനിയുള്ള വർഷങ്ങളിൽ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാക്കാൻ ഉള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങളുടെ ഈ പ്രോജക്റ്റിൽ ഇന്ന് നിങ്ങൾ ഇത്തിരി മെനക്കെട്ടിരുന്ന് നല്ല സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, അത്തരം പരിഹാരം കണ്ടെത്തിയാൽ. ഇത്രയാണ് ഇതിൻ്റെ ഇതാണ് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഉദ്ദേശം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇത് പരീക്ഷിക്കുന്നതെന്നുള്ളത് ഇപ്പോൾ ഇതുകൊണ്ട് മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ പരീക്ഷിക്കുന്നത് നിങ്ങളുടെ വർക്ക് ബുക്കിൽ നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തുന്നു. അതുപോലെ നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പിനും 8 മിനിറ്റ് ഒരു പ്രസൻറ്റേഷൻ, ഒരു ചാൻസ് കിട്ടും. അതായത് ജഡ്ജിമാരുടെ മുമ്പാകെ നിങ്ങൾക്ക്
8 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പ്രോജക്റ്റ് എന്തായിരുന്നു, എന്ത് പ്രോബ്ലമാണ് നിങ്ങൾ കണ്ടത്, ആ പ്രോബ്ലത്തെ നിങ്ങൾ എങ്ങനെ സമീപിച്ചു, എന്നിട്ട് എന്ത് ബുദ്ധിമുട്ടുകൾ അത് ചെയ്യുന്നതിനുണ്ടായി, എങ്ങനെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പരിഹാര നിർദ്ദേശങ്ങളിലേക്ക്, അല്ലെങ്കിൽ സൊല്യൂഷൻ എന്ന് നമ്മൾ ചുരുക്കത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നത്, എന്ന് നിങ്ങൾക്ക് അവിടെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഇത് അവതരിപ്പിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. 8 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഗ്രൂപ്പിൽ 4 പേരാണുള്ളത്. 4 പേർക്കും 2 മിനിറ്റ് വീതം കിട്ടും. പക്ഷെ നിങ്ങൾ ആ കോൺടെസ്റ്റിന് പോകുന്നതിന് മുമ്പ്, ആദ്യത്തെ കോൺടെസ്റ്റ് നിങ്ങളുടെ വിദ്യാലയത്തിൽ വെച്ച് തന്നെ ആയിരിക്കും. നിങ്ങളുടെ വിദ്യാലയത്തിൽ എത്ര ഗ്രൂപ്പുകളുണ്ടോ ആ ഗ്രൂപ്പുകൾ ഓരോരുത്തരും അവിടുത്തെ ജഡ്ജിങ് കമ്മിറ്റിയുടെ മുമ്പാകെ അവരുടെ പ്രസൻറ്റേഷൻ 8 മിനിറ്റിൽ നടത്തും. അത് തുടക്കം മുതൽ അവസാനം വരെ ഉള്ളത് നിങ്ങൾ ആദ്യമേ ഒന്ന് എഴുതി തയ്യാറാക്കി, പോയിന്റുകൾ എഴുതി തയ്യാറാക്കി, ആദ്യത്തെ ഭാഗം നിങ്ങളിൽ 4 പേരിൽ ആര് പറയണം, രണ്ടാമത്തെ ഭാഗം ആര് പറയണം, മൂന്നാമത്തതാര്, നാലാമത്തതാര് എന്ന് തീരുമാനിക്കുകയും ഓരോരുത്തരും അവരവരുടെ ഭാഗം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് എടുക്കുക. അത് വളരെ തപ്പിക്കളിക്കരുത്. നമ്മൾ ഈ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് തപ്പിക്കളിച്ചാൽ പിന്നെ നമുക്ക് സമയം മതിയാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ വളരെ ക്ലിയറായിട്ട് ചിന്തിച്ച് 2 മിനിറ്റ് കൊണ്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ആശയങ്ങൾ പറയണം. അത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ അവതരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ജഡ്ജിമാർ നിങ്ങളോട് എന്തെങ്കിലും 1-2 ചോദ്യങ്ങൾ കൂടി ചോദിക്കും. അതായത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി. ഇത് രണ്ടും വിലയിരുത്തിയിട്ടാണ് നിങ്ങളെ ഈ കോൺടെസ്റ്റിൽ നിങ്ങളുടെ വിദ്യാലയത്തിൽ നിന്ന് ഏത് ഗ്രൂപ്പാണ് ജില്ലാ മത്സരത്തിലേക്ക് പോകേണ്ടത് എന്ന് തീരുമാനിക്കും. അപ്പോൾ നിങ്ങൾ മത്സരിച്ച എല്ലാവർക്കും, നല്ല ആശയങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ആളുകൾക്കും തീർച്ചയായും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് സ്കൂൾ തലത്തിലും കിട്ടും. ജില്ലാ തലത്തിൽ പോയി കൂടുതൽ മെച്ചപ്പെട്ട ചെയ്തു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ചോദ്യം ഇത് കഴിഞ്ഞ ഉടനെ പിന്നീട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും അപ്പോൾ ചോദിക്കാം. ഞാനിപ്പോൾ അതിൻ്റെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ തരികയാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും വ്യക്തമല്ലെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് തുടങ്ങി. അപ്പോൾ ഇത് തുടങ്ങി നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഏപ്രിൽ മാസത്തിൽ തന്നെ വേണ്ടി വന്നാൽ നിങ്ങൾ മെയ് മാസത്തിലും കുറച്ച് ദിവസത്തേക്ക് തുടർന്നിട്ട് അത് കുഴപ്പമില്ല. അപ്പോൾ ആ പീരീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിന് മാത്രമോ അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാലയത്തിലെ ഗ്രൂപ്പുകൾക്ക് ഒന്നിച്ചിട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റർ ടീച്ചറോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഇതുപോലെ ഈ ടീമിൽ ഇനിയും ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് പ്രോജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ സഹായമോ, സംശയം ഉണ്ടെങ്കിൽ അത് തീർത്തു തരും, സഹായം വേണമെന്നുണ്ടെങ്കിൽ അത് ഉപദേശിച്ചു തരും. അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഓൺലൈനിൽ നമുക്ക് സംസാരിച്ച് നിങ്ങളുടെ പ്രോജക്റ്റിനെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഇത്രയാണ്. ഇതുപോലെ ഇത്രയധികം നിങ്ങളെ വിദ്യാർത്ഥികളെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ 13ാമത്തെ ടോക്കാണെന്നാണ് പറയുന്നത്. ഇത്രയധികം സംസാരിച്ചു കൊണ്ടൊക്കെ തന്നെ ഇങ്ങനെ ഒരു ടീമിനെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇന്നവേഷൻ്റെ രംഗത്ത് ലോകത്തിൽ എവിടെയും നടന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഇന്ത്യയിൽ തീർച്ചയായും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വളരെ അസുലഭമായിട്ടുള്ള ഒരു അവസരമാണ്. അതിനെ വളരെ ഗൗരവമായി നിങ്ങൾ എടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എല്ലാവരും ഇത് എടുക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസവുമില്ല. എങ്ങനെയായാലും നിങ്ങൾ ഇത്രയും ഗ്രൂപ്പുകൾ ഇതിൽ ചേർന്നിട്ടുള്ള അവസ്ഥയിൽ അതിൽ ഒരു പകുതിയോളം സ്ഥാപനങ്ങളും പകുതിയോളം ഗ്രൂപ്പുകളും ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുമെന്നും അവരുടെ വർക്കിനെ ഞങ്ങൾ വളരെ ഗൗരവമായി തന്നെ പരിഗണിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തരുമെന്നും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടുന്നുവോ അത് നിങ്ങൾ എത്ര ആവേശത്തോടു കൂടി, എത്ര ഉത്സാഹത്തോടു കൂടി നിങ്ങൾ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ഞങ്ങളെ അറിയിക്കുന്നത് വഴി ആയിരിക്കും. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഭാഗം
പ്രോജക്റ്റ് സബ്മിഷൻ ഡേറ്റ് സാർ പറഞ്ഞായിരുന്നല്ലോ സാർ. പ്രോജക്റ്റിന്റെ സബ്മിഷൻ, ഈ പ്രോജക്റ്റിന്റെ ഐഡിയ നിങ്ങൾ greenenergyforum3@gmail.com പറഞ്ഞൊരു ഇമെയിൽ ഉണ്ട്. ആ ഇമെയിലിലൂടെ നിങ്ങൾ ഈ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ അതിനകത്ത് സജഷൻസ് ഉണ്ടാൽ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് അയച്ചു തരും. പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം ഇമെയിലായിട്ട് നമുക്ക് അയക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഗൈഡൻസ് ആ ഇമെയിൽ വഴി തരും. അത് ഇമെയിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രൂപ്പ് ചെയ്യുന്ന നിങ്ങളുടെ ആശയങ്ങൾ വേറൊരാൾ എടുക്കരുത്. നിങ്ങളിപ്പോൾ ഓപ്പൺ മീറ്റിങ്ങിൽ അത് ചോദിച്ചാൽ മറ്റുള്ളവരെ ഇതൊരു ഐഡിയ ആണെന്ന് തോന്നി, നല്ലതാണല്ലോ എന്ന് തോന്നി അവർ കോപ്പി ചെയ്ത് അവരാണ് നിങ്ങളെക്കാൾ മുമ്പേ ഓടിയെത്തുന്നതെങ്കിൽ നിങ്ങൾ പിറകിലായി പോകും. അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാനാണ് നിങ്ങൾ ഇമെയിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മൾ മറുപടി എഴുതും. കഴിവതും 24 മണിക്കൂറിനകം തന്നെ നിങ്ങൾക്ക് മറുപടി കിട്ടും. ചോദ്യങ്ങൾ വരട്ടെ. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് ടീച്ചേഴ്സിന് അറിയാം, ഞങ്ങൾ ലിങ്ക് നേരത്തെ ഇട്ടുള്ളതാണ്. ഇപ്പൊ ആൾറെഡി 212ഓളം നമ്മുടെ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് മെമ്പേഴ്സ് ഉണ്ട്. എല്ലാ നമ്മൾ ഇതിനെ കുറിച്ചുള്ള പ്രോജക്റ്റിനെ കുറിച്ചുള്ള നമ്മൾ നടന്ന ക്ലാസ്സുകളെല്ലാം അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. എല്ലാ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഈസി ആയിട്ട് എല്ലാ ഇൻഫോർമേഷൻ. ഓക്കെ, പ്ലീസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ബോർഡ് മെമ്പർ TK സുരേന്ദ്രൻ പിള്ള അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സ്വാഗതം. അതായത് കുട്ടികളുടെ സമയമാണ്, നമുക്ക് അവരെ കേൾക്കാം. ട്രഷറർ സിംഗപ്പൂരിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികളെ അൺമ്യൂട്ട് ചെയ്ത് ഓരോരുത്തരും. ഓരോരുത്തരായിട്ട് വിളിക്കണം. വിളിക്കില്ലേ സാർ? സാർ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാർ. ഇപ്പോഴും ഇതിലേ ആലപ്പുഴ ഭാഗത്തുനിന്ന് പുതുതായിട്ട് ആദ്യത്തെ ക്ലാസ്സിൽ ചേർന്ന കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും നമ്മൾ ഇതിന്റെ പോലെ. അവർക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ചുറ്റുവട്ടത്ത് പിടിക്കേണ്ടത്, ഏത് തരമായിരിക്കും എന്നൊന്ന് ഒരു 2 മിനിറ്റിനൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. കുറച്ച് കുട്ടികൾ പുതിയതായി പങ്കെടുക്കുന്ന വരാം. ഞാൻ ബ്രീഫായിട്ട് പറയാം. എവിടെ നിന്ന് പിക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു സാർ. ജില്ലാ കോർഡിനേറ്റർ മറുപക്ഷമാണ് വെച്ചത്. അപ്പോൾ ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിന് ചുറ്റുമോ അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാലയത്തിന് ചുറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് വിദ്യാലയത്തിലേക്ക് വരുന്ന വഴിക്കോ കാണുന്ന കാരണം നമ്മുടെ പ്രോജക്റ്റ് ഈ കാർബൺ ന്യൂട്രൽ ലിവിങ് ഫോർ എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എൻവയൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് പാരിസ്ഥിതികമായിട്ടുള്ള മെച്ചപ്പെടുത്തൽ എന്നേക്കും ശാശ്വതമായിട്ട് നിലനിൽക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ക്രമീകരണം വരുത്തി ഏത് തരത്തിൽ കാർബൺ ഫുട് പ്രിൻ്റ് ഉണ്ടാവുന്നത്, അതായത് കാർബൺ എമിഷൻസ്, അതായത് നമ്മുടെ വേസ്റ്റുകളിൽ നിന്നും നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും ഊർജോപഭോഗത്തിൽ നിന്നും അങ്ങനെ എല്ലാവിധ പ്രവൃത്തികൾ കൊണ്ടും ഉണ്ടാകുന്ന കാർബൺ ഫുട് പ്രിന്റിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ വായിക്കണം. അപ്പോൾ അത് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റും കാണുന്ന എന്ത് പ്രശ്നവും, ഉദാഹരണത്തിന് നിങ്ങൾ കൃഷി സംബന്ധമായിട്ട് കരയിൽ ചെയ്യുന്ന കൃഷി, പച്ചക്കറികൾ കൃഷികൾ, വയലിൽ നമ്മൾ ചെയ്യുന്ന കൃഷികൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വളരെതായിട്ടുള്ള വാഴക്കൃഷി, തെങ്ങ് കൃഷി, ഇങ്ങനെ ഏത് തരത്തിലുള്ള കൃഷിയും നമ്മുടെ ഭക്ഷണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വിഷയമെടുത്താലും അതെല്ലാം തന്നെ നമ്മൾ കാർബൺ ന്യൂട്രൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ചെറിയ ചെറിയ ക്രമീകരണങ്ങളിൽ കൂടി നമുക്ക് എങ്ങനെ കാർബൺ നമ്മുടെ ഫുട് പ്രിൻ്റ് കുറയ്ക്കാൻ കഴിയും. അങ്ങനെ കുറച്ചെങ്കിൽ 2050 ആകുമ്പോഴേക്ക് കേരളം പരിപൂർണമായും കാർബൺ നെറ്റ് സീറോ ആയിട്ട് മാറുള്ളൂ. അതാണ് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഊർജം ഉപയോഗിക്കുന്നത് പുതുക്കപ്പെടാവുന്ന, അതായത് സോളാർ, വിൻഡ് ഇങ്ങനെയൊക്കെ ഉള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നതും ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം ശാസ്ത്രീയമായും
പ്രയോഗത്തിലും നമ്മൾ കുറച്ച് കൊണ്ടുവരുന്ന എനർജി കൺസർവേഷൻ അല്ലെങ്കിൽ എനർജി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇതെല്ലാം തന്നെ കാർബൺ ഫുട് പ്രിൻ്റ് കുറക്കാവുന്നത്. ഊർജ്ജ സംബന്ധമായിട്ട് വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് നിയന്ത്രിച്ചും അതിൻ്റെ ഗുണമേന്മ മെച്ചപ്പെടുത്തിയും റെയിൻ വാട്ടർ, അതായത് മഴവെള്ളം ശാസ്ത്രീയമായി ശേഖരിച്ചുപയോഗിച്ചും ഇങ്ങനെ പല രീതിയിലും നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കാം. മാലിന്യപ്പെട്ട വെള്ളം വീണ്ടും നമുക്ക് തിരിച്ചുപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ വെള്ളവുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇറിഗേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ലാഭിക്കാം, അതൊന്നുമല്ല, ഇതുവരെ എത്രയോ മാർഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില മാർഗങ്ങളിലേക്കാണ് നിങ്ങളുടെ ചിന്ത പോകേണ്ടത്. അപ്പോൾ പിന്നെ ഗതാഗതം, അതുകൊണ്ടുണ്ടാകുന്ന വായുമലിനീകരണം, അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ പല ക്ലാസ്സുകളിലും ചർച്ചയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ കുറയ്ക്കാൻ എന്തെല്ലാം രീതിയിൽ നമുക്ക് മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയും. ലളിതമായിട്ടുള്ള മാർഗങ്ങൾ നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ചേരുന്ന രീതിയിൽ, അമേരിക്കയിൽ പലവും കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫിൻലാൻഡിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അതല്ല നമ്മുടെ കാര്യം. നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രയോഗിക്കാവുന്ന, അവർ കണ്ടുപിടിച്ചതായാലും വിരോധമില്ല, അതിനെ നമ്മുടെ രീതിയിൽ ഇവിടെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ അതും ഒരു ഇന്നോവേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏത് മേഖലയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും എല്ലാവിധ പ്രവർത്തനങ്ങളും ഇതിൽ വരുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ വരും, നേരത്തെ പറഞ്ഞ മാതിരി കുടിവെള്ളത്തിൻ്റെ കാര്യം വരും, ഊർജത്തിൻ്റെ കാര്യം വരും, കൃഷിയുടെ കാര്യങ്ങൾ വരും, ഭക്ഷണ കാര്യങ്ങൾ വരും, ഭക്ഷണം ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയുള്ള വ്യത്യാസങ്ങൾ വരും. ഇതിലൊക്കെ തന്നെ നമുക്ക് കാർബൺ ഫുട് പ്രിൻ്റ് കുറക്കാനുള്ള ഒട്ടേറെ സൂത്രങ്ങളുണ്ട്. അങ്ങനെ നമ്മളെ ജീവിതത്തെ നമ്മൾ എങ്ങനെ ക്രമീകരിക്കും, നമ്മുടെ നാട്ടിൽ നമുക്ക് സാധ്യമാവുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അന്വേഷണമാണ് ഈ പ്രോജക്റ്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് പ്രോജക്റ്റ് എങ്ങനെ കണ്ടെത്താം എന്ന് പുതുതായി ജോയിൻ ചെയ്ത ആളുകൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഇങ്ങോട്ടേക്കുള്ള ചോദ്യങ്ങൾ വരട്ടെ. എന്താണ് രത്നകുമാർ, ഈ ചാറ്റ് ബോക്സിൽ ആരെങ്കിലും ചോദ്യം ഇട്ടിട്ടുണ്ടോ? അല്ല, അതല്ല, ഒരാള് നേരത്തെ can we take a problem from other areas, not from our district? നോ, ഈ നമ്മുടെ ജില്ലയിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്താൻ വേണ്ടിയാണ് ഈ പ്രോജക്റ്റ്. അതായത് നമുക്ക് ചുറ്റുമുള്ള കാര്യം നമ്മളല്ലാതെ വേറെ ആരാണ് പരിഹരിക്കാൻ പോണത്? ഇതേപോലെ ഓരോ ജില്ലയിലുള്ള ആളുകൾ അവരവരുടെ പ്രശ്നം പരിഹരിക്കട്ടെ. അവിടെയും സ്കൂളുകളുണ്ട്, അവിടെയും സ്കൂൾ കുട്ടികളുണ്ട്. നിങ്ങളുടെ പ്രോജക്റ്റ് അവർക്ക് മാതൃകയാക്കി നമ്മൾ ഇതിന് തീർച്ചയായും പരസ്യപ്പെടുത്തും. അവർ അവിടെ ചെയ്യട്ടെ. നമ്മളെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പ്രോജക്റ്റ്. ശരി, അടുത്തത്. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പറയൂ. ഈ ഇടയ്ക്ക് ന്യൂസിലൊക്കെ പ്രചരിച്ചു വന്നൊരു ന്യൂസ് ആയിരുന്നല്ലോ, ആഴക്കടൽ മണൽ ഖനനം. ഇത് കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ദോഷകരമായി ബാധിക്കില്ലേ? ഇതിൽ IREയുടെ നിലപാട് എന്താണ്? ഇല്ല, നമ്മള് ആ കുട്ടിയുടെ പേരൊന്നും ചോദിച്ചു സാർ, പേരും സ്ഥലവും ചോദിക്കും. അശ്വിൻ അല്ലേ? അശ്വിൻ തന്നെ പേര്? പേരും സ്കൂളിന്റെ പേരും പറയൂ. ഗവൺമെന്റ് UP സ്കൂൾ കായംകുളം. പേര് അശ്വിൻ അല്ലേ? അല്ല, അമയ. അതാണ്. അപ്പൊ നിങ്ങളുടെ ഇതിൽ വരുന്നത് വേറെയാണ്. ഓക്കെ, ശരി, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഈ പ്രശ്നം നമ്മുടെ അഭിപ്രായം എന്താണ്, അതല്ല. ഇന്നോവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ അടുത്ത് ഇതൊരു പ്രധാന പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങൾ അതിനെ ഒന്നുകിൽ അത് ചെയ്യണം അല്ലെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന പ്രോജക്റ്റ് ആയിരിക്കും. പക്ഷേ ഇത്ര ആഴക്കടൽ ഖനനം എന്നൊക്കെ പറയുന്നത് നിങ്ങളൊരു UP സ്കൂൾ കുട്ടിക്ക് പോയി പഠിച്ച് അതിനൊരു നിർദ്ദേശം എളുപ്പത്തിൽ സമർപ്പിക്കാൻ സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾ എടുക്കാതിരിക്കുക നല്ലത്. പക്ഷേ ഈ കടലുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനം, അതുപോലെ കടൽ തീരത്തുള്ള മലിനീകരണം, കടൽ തീരത്തിനപ്പുറത്ത് ഉണ്ടാകുന്ന മലിനീകരണം, അല്ലെങ്കിൽ ഈ താപവർധന കൊണ്ടുണ്ടാകുന്ന കടൽ ജലത്തിനും അതിലത്തെ ആവാസ വ്യവസ്ഥക്കും ഉണ്ടാകുന്ന നാശങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കും പഠിക്കാം. അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും പുതിയ ടെക്നോളജികൾ എവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് ചെയ്ത് നോക്കാമോ എന്നുള്ളതിന് നിങ്ങൾക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കി നോക്കാം. അത് അങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അവതരിപ്പിച്ചാൽ മതി. നിങ്ങൾ ചെയ്ത് പ്രൂവ് ചെയ്യണമെന്നല്ല. ഇന്നേ രീതിയിൽ ചെയ്യാമെന്ന് നിങ്ങൾ വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ കടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുക്കണം. തീർച്ചയായും ആലപ്പുഴയും കൊല്ലവും തീരദേശ പ്രദേശത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് IREയും ഞങ്ങളും ഈ ഒരു വിഷയം എടുത്ത് ഈ 2 ജില്ലകളിൽ മാത്രം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ 14 ജില്ലകളിൽ നമുക്ക് ഏതെങ്കിലും 2 ജില്ല എടുക്കാമായിരുന്നു. അതല്ല, പ്രത്യേകിച്ചും തീരദേശ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ള 2 ജില്ലയാണിത്. എറണാകുളവും ഉണ്ട്, വളരെ ആലപ്പുഴയും കൊല്ലവും 3 കൂടിയാൽ തന്നെ വളരെ ഇതാവും. പക്ഷേ നമ്മൾ 2 ജില്ലയെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ജില്ലകളിലും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എടുക്കണം. അതുകൊണ്ട് പത്രങ്ങളിൽ കാണുന്ന വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഉടനെ ചാടി ഇറങ്ങണ്ട, പ്രത്യേകിച്ചും UP ഗ്രൂപ്പ്. ശരി. തീയിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കാമോ? ഏതാ? തീയിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കാമോ? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നതാണോ നമ്മുടെ പ്രശ്നം? നമ്മുടെ പ്രശ്നം എന്താണ്? കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള കണ്ടുപിടുത്തം നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ പരിധിയിൽ വരില്ല. അതിൻ്റെ എങ്ങനെ കുറയ്ക്കാമെന്നുള്ളതാണ്. തീ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിനെ എങ്ങനെ കുറവാക്കാം, ഏറ്റവും കുറച്ചാക്കാം എന്നുള്ളതിന് നിങ്ങൾക്ക് സൂത്രങ്ങൾ പ്രയോഗിക്കാം. അത് നിങ്ങളുടെ നാട്ടിൽ ഒരു പ്രശ്നമാണെങ്കിൽ അതേ കാലത്ത് 1984 ആദ്യമായിട്ട് കേരളത്തിൽ പുകയില്ലാത്ത അടുപ്പ് എന്നൊരു പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ തുടങ്ങിയതായിരുന്നു. അത് കേരളത്തിൽ ആദ്യം വ്യാപിപ്പിച്ചത് ഞാൻ അന്ന് സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിൽ ഇരിക്കുമ്പോഴാണ്. ഞാൻ തന്നെയാണ് ആ പ്രോജക്റ്റ് എടുത്ത് ചെയ്തിരുന്നതെന്ന്. അതിനുശേഷമാണ് അനർട്ട് എന്നുള്ള സ്ഥാപനം തന്നെ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ അതിൽ ഈ കാർബൺ ഡയോക്സൈഡിൻ്റെയും കാർബൺ മോണോക്സൈഡിൻ്റെയും അളവ് കുറക്കാനുള്ള സൂത്രങ്ങളാണ് അതിൽ ചെയ്തത്. അതിന് ഇനിയും ഒരുപാട് അതിനേക്കാൾ മെച്ചപ്പെട്ട അടുപ്പുകൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് യൂട്യൂബിലൊക്കെ ഞങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ചില യുവാക്കൾ, ചില ടെക്നിക്കലായിട്ട് വളരെയൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളുകൾ തന്നെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള അടുപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രയോഗത്തെക്കുറിച്ച് കൂടി നിങ്ങൾക്ക് വേണേൽ ആലോചിക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ വിറകടുപ്പ് കത്തിക്കുന്ന കേരളത്തിൽ ഇപ്പോഴും വീടുകളിലുണ്ടെങ്കിൽ പല വീടുകളിലും ഭാഗികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ആ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ നാട്ടിൽ തന്നെ സൗജന്യമായിട്ട് കിട്ടുന്ന വിറക് ഉപയോഗിച്ച് വളരെ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിച്ച് നമ്മൾ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറയ്ക്കാനുള്ള വഴികൾ ആലോചിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അത്തരത്തിലുള്ള പ്രോജക്റ്റിൽ ചിന്തിക്കുക. അടുത്തത് സാർ, എപ്പോഴാണ് ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്? പറഞ്ഞല്ലോ, അത് കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞതാണ്, ഒന്നുകൂടി പറയാം. ഇത് ജൂൺ മിക്കവാറും 2ാം വാരത്തിലായിരിക്കും നിങ്ങളുടെ സ്കൂൾ തല കോൺടെസ്റ്റ് നടക്കുക. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച 3 ആഴ്ചക്കകം നമുക്ക് ഫൈനൽ കോൺടെസ്റ്റ് ഉണ്ടാവും. ഫൈനൽ കോൺടെസ്റ്റ് ഈ സ്കൂൾ തല വിജയികൾ മാത്രമേ അവിടെ പോവുള്ളൂ, ആ ഗ്രൂപ്പ് മാത്രമേ പോവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിദ്യാലയത്തിൽ 6 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ സ്കൂൾ തല മത്സരത്തിൽ ഈ 6ൽ നിന്ന് ഒരു ഗ്രൂപ്പിന് മാത്രമേ തിരഞ്ഞെടുക്കുള്ളൂ. അവരായിരിക്കും മറ്റതിലേക്ക് പോവുക. അപ്പോൾ ഏതാണ്ട് എല്ലാ ഗ്രൂപ്പുകാർക്കും മത്സരിക്കാൻ പറ്റുന്ന മത്സരം ജൂൺ മധ്യത്തിന് തൊട്ട് മുമ്പായിരിക്കും. അതിന് കൃത്യമായ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. കാരണം അത് സ്കൂൾ ഇയറിൻ്റെ കലണ്ടറുമായിട്ട് ഞങ്ങളുടെ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനുമായിട്ട് കൂടി ആലോചിച്ചിട്ട് മാത്രമേ നമുക്ക് അങ്ങനെ ഒരു തീയതി വെക്കാൻ പറ്റുള്ളൂ. എങ്ങനെയായാലും ഏകദേശം ആ സമയത്താണ്. നിങ്ങളുടെ വർക്ക് മിക്കവാറും നിങ്ങൾ ഏപ്രിൽ മെയിൽ കൊണ്ട് തന്നെ തീർക്കണം. അടുത്തത് Can we make oxygen from തീയിൽ നിന്നായിരിക്കും ആണോ ഉദ്ദേശിക്കുന്നത്? ആരാ ചോദിച്ചത്? Can we make oxygen from തീയിൽ നിന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. എനിക്ക് നിങ്ങളെ ചോദിച്ച ആരാ എന്ന് പറയാമോ? ശ്രീ അശ്വിൻ, ആരാ ചോദിച്ചേക്കുന്നത്? പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തിട്ട്. ചോദിക്കോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ചോദ്യങ്ങൾ ആക്റ്റീവായിട്ട് വരട്ടെ. സാധാരണ മീറ്റിങ്ങിലൊക്കെ എത്ര കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ചോദിക്കുന്നത്
സാർ അവർ ചോദിക്കുന്നത് ഓക്സിജൻ ഉത്പാദിപ്പിക്കാമോ എന്നായിരിക്കും ചോദിക്കുന്നത്. അല്ല, അതല്ല ചോദ്യം വേണ്ടത്. Can we make oxygen? അല്ല, ആ ചോദ്യം ആരായാലും അത് പരിഷ്കരിക്കണം. അതായത് ചോദ്യം ഉണ്ടാക്കാമോ എന്ന് ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാമെന്നും പറയും, അതിനുള്ള മാർഗങ്ങളും പറയും. അതല്ല സംഭവം. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആധിക്യം കൊണ്ട് നമുക്ക് കൂടുതൽ ഓക്സിജൻ വേണമെന്ന് ഇരിക്കട്ടെ, അത് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ള അന്വേഷണമാണ് നിങ്ങളുടെ തലയിൽ നിന്ന് വരേണ്ടത്. അപ്പോഴേ അത് ഇന്നവേഷൻ ആവുള്ളൂ. Okay, അടുത്ത നിങ്ങൾ question ധന്യ. അത് അന്വേഷിക്കാനുള്ള എന്തെങ്കിലും ഒരു സൂത്രം കണ്ടെത്തണം. ധന്യയുടെ ക്വസ്റ്റ്യൻ. ധന്യ. സാർ ആ, എന്റെ പേര് ധ്യാന എന്നാണ്. ധ്യാനാണ്. ഓക്കെ, ശരി. ടൂറിസം മേഖല തണ്ണീർമുക്കം ഉണ്ട്. സ്കൂൾ പറയൂ. സെന്റ് മേരീസ് GHS ചേർത്തല. ചേർത്തല. ഓക്കെ. ടൂറിസം മേഖലയെ തണ്ണീർമുക്കം ബണ്ടിൽ നിന്നും ധാരാളം മാലിന്യങ്ങൾ കായലിലേക്ക് ഒഴുക്കുന്നുണ്ട്. ഇത് മത്സ്യസമ്പത്തിനെ വളരെ നന്നായി ബാധിക്കുന്നില്ലേ സാർ? നിങ്ങൾ ബണ്ടിൽ നിന്ന് കായലിലേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ വേമ്പനാട് കായലാണോ ഉദ്ദേശിക്കുന്നത്? അതെ സാർ. ബണ്ടിൽ നിന്ന് എങ്ങനെയാണ് മാലിന്യം അങ്ങോട്ട് പോകുന്നത്? പക്ഷെ അവിടെ വണ്ടികൾ, ഓരോ വണ്ടികൾ വന്നിട്ടാണ് അവര് അതിലെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. വണ്ടി ബണ്ടല്ല, വണ്ടി വണ്ടിയിൽ. അല്ല, തണ്ണീർമുക്കം ബണ്ട് എന്നാണ് ആദ്യം പറഞ്ഞത്. ഇത് മത്സ്യസമ്പത്തിനെ നന്നായി ബാധിക്കുന്നില്ലേ സാർ? അല്ല, അത് നിങ്ങൾ അടുത്ത് താമസിക്കുന്ന നിങ്ങളല്ലേ പറയേണ്ടത്, ഞാനാണോ? ഞാനിത് നിങ്ങൾ തണ്ണീർമുക്കം ബണ്ടും പിന്നെ ഇതിൻ്റെ നമ്മുടെ വേമ്പനാട് കായലിനെ കുറിച്ചിട്ട് 1980-കളുടെ 78 മുതൽക്ക് ഞാനിത് പഠിക്കാൻ തുടങ്ങുകയും അവിടെ വന്ന് ഗവൺമെൻറ് വകയുള്ള പല പ്രോജക്റ്റുകൾ ചെയ്യുകയും അവിടെ ഡച്ച് ഗവൺമെൻറ്റുമായി സഹകരിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി സഹകരിച്ചിട്ട് ഒരു പദ്ധതി 3 കൊല്ലത്തെ ഒരു പഠനമുണ്ടായിരുന്നു, ഇൻഡോ ഡച്ച് വാട്ടർ ബാലൻസ് സ്റ്റഡി. അതിൻ്റെ വലിയ 11 വോളിയം റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അന്ന് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അവിടുത്തെ വേമ്പനാട് കായലിലുള്ള പരിസ്ഥിതി പ്രശ്നം ഈ വാഹനങ്ങളിൽ നിന്ന് അറിയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. പക്ഷേ അതിനേക്കാൾ വലിയ പ്രാദേശികമായിട്ടുള്ള പ്രശ്നം ഈ വേമ്പനാട് കായലിലും കുട്ടനാടുണ്ട്. കുട്ടനാട് എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 1.2 മീറ്ററിൽ താഴെയാണ് കിടക്കുന്നത്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഈ കായലിലത്തെ വെള്ളം, അഴുക്ക് വെള്ളം, കാരണം നമ്മൾ ഒരുപാട് ഇത്രയും പേര് താമസിക്കുകയും ഇത്രയധികം ഏരിയയിൽ കൃഷി ചെയ്യുകയും അതിന് വളവും പെസ്റ്റിസൈഡ്സും ഒക്കെ അടിക്കുമ്പോൾ ഈ മാലിന്യങ്ങളെല്ലാം തന്നെ വരും. 4ഓളം പ്രധാനപ്പെട്ട നദികളിലെ വെള്ളം മുഴുക്കെ കുത്തൊഴുക്കായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. ഈ വെള്ളം അവസാനം നമ്മൾ കൊച്ചിക്കായലിനടുത്തും തണ്ണീർമുക്കം ബണ്ടിൻ്റെ അതിലെയാണ് ഈ വെള്ളം മുഴുവൻ കടലിലേക്ക് പോകുന്നത്. അത്രയും നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെ ഉള്ള പല പ്രശ്നങ്ങളും, മത്സ്യബന്ധനത്തിന് പ്രശ്നങ്ങളുണ്ട്, കൃഷിക്ക് പ്രശ്നങ്ങളുണ്ട്, ഒട്ടേറെ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്. അവിടെ തന്നെ വീടുകളിലുള്ള കക്കൂസുകളിലത്തെ മാലിന്യം, സാധാരണ കക്കൂസുകൾ ഉപയോഗിക്കാൻ ഇത്രയും താണ പ്രദേശങ്ങളിൽ ഉണ്ടാവില്ല. അവിടെ വലിയ എലികളുടെ ശല്യമുണ്ട്. ഈവൻ നെൽകൃഷിക്ക് പോലും വലിയ ശല്യം ഒരു കാലത്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്രയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെ ഒട്ടേറെ പരിസ്ഥിതി പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് കുട്ടനാട്. അപ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന ഏതെങ്കിലും ഒരു പരിസ്ഥിതി പ്രശ്നം നിങ്ങൾ എടുക്കുകയും അതിലത്തെ കാർബൺ ഉപയോഗം, അതായത് കാർബൺ ഫുട് പ്രിൻ്റ് കുറയ്ക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ ഒരു സൂത്രം നിങ്ങൾ കണ്ടെത്തുകയും ചെയ്താൽ അത് വളരെ വളരെ എത്രയോ വർഷമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ചിലതൊക്കെ ഇപ്പോൾ പരിഹരിച്ച് വരുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് പല പല സംഗതികളും അതിൽ കണ്ടെത്താൻ കഴിയും. ഓക്കെ സർ. ആരാധ്യ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാവോ? ആരാധ്യ ഉണ്ടോ?
ഉണ്ട് സാർ. ആ ചോദ്യം ആ. ചോദിച്ചാൽ പറഞ്ഞു. Question, sir, reducing plastic waste at home, school and society. This problem, is it a good topic for this project? തീർച്ചയായിട്ടും. പക്ഷെ അതിന് നിങ്ങൾ ഒരു പുത്തൻ രീതിയിൽ വളരെ എളുപ്പത്തിൽ അത് ചെയ്യാനുള്ള ഒരു 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 വഴി കണ്ടെത്തുന്നതാണ് അതിലത്തെ ഇന്നവേഷൻ. സംഭവം ശരിയാണ്, നമ്മൾ പരമാവധി കുറക്കണം. അത് തീർച്ചയായും അത് നമ്മളെ വലിയൊരു പ്രശ്നമാണ്. കാരണം പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ അശ്രദ്ധമായി വലിച്ചെറിയുന്നത് കാരണം ഇത് കടലിൽ ചെന്ന് അടിഞ്ഞിട്ടും കരയിൽ തന്നെ അടിഞ്ഞിട്ടും അത് അലിഞ്ഞു പോയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന് എത്രയോ നീണ്ട വർഷങ്ങൾ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാരകമായിട്ടുള്ള മാലിന്യം കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് മുമ്പാണ് ഒരു ഗവേഷണ ജേണലിൽ ഞാൻ ആദ്യമായിട്ടാണ് മനുഷ്യൻ്റെ ബ്രെയിനിൽ ഈ മൈക്രോ പ്ലാസ്റ്റിക് മാലിന്യം കയറിയിട്ടുണ്ട്. അമ്മയുടെ മുലപ്പാലിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക് മാലിന്യം കയറിയിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് ഗവേഷണ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത കാലത്താണ് ബ്രെയിനിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു അംശം കിടക്കുന്നത്. വളരെ സൂക്ഷ്മമായ ഒരു ഉപകരണം ഉപയോഗിച്ച് അതിൻ്റെ തെളിവ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ട് ഒരു ഗവേഷകൻ, ഒരു ഡോക്ടർ അത് കണ്ടെത്തി പ്രസിദ്ധീകരിച്ച ഒരു ചിത്രം ഞാൻ 2 ആഴ്ചക്ക് മുമ്പ് കാണുകയുണ്ടായി. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യം നമ്മളെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ തലമുറയാണ്. നിങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളും അവർക്കുണ്ടാകുന്ന കുട്ടികളും അവരിതിൽ നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള, കാരണം നമ്മളെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് ചെന്ന് വരുന്ന വഴി നമുക്കുണ്ടാകാൻ പോകുന്ന രോഗങ്ങൾ, ഒരുപക്ഷെ ഇന്ന് നമ്മളെ ക്യാൻസർ വരെയൊക്കെ എത്തിയിട്ടുള്ളൂ. അതിനേക്കാൾ വലിയ മാരകമായ രോഗങ്ങളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തടയേണ്ട വളരെ ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ തലകാഞ്ഞ് ആലോചിക്കേണ്ടത് എളുപ്പത്തിൽ നമുക്ക് ഇത് മാലിന്യമായിട്ട് പുറത്ത് വിടാതെ എങ്ങനെ നമുക്ക് അതിന് എളുപ്പത്തിൽ എവിടെയെങ്കിലും തടയിട്ട് നിർത്താനും. ഒന്ന് നമ്മളെപ്പോഴും പറയുമല്ലോ 3R 4R എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് ആദ്യഘട്ടമാണ്. പക്ഷേ ചില കാര്യങ്ങളിലെങ്കിലും നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ആവുമ്പോൾ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞ സാധനം മാലിന്യമായി പുറത്തേക്ക് വിടാതിരിക്കുക, അതിനെ നമ്മൾ തന്നെ സൂക്ഷിച്ചു വെച്ച് അതിനെ പ്രോസസ്സ് ചെയ്യും എന്ന് ഉറപ്പുള്ള ഏജൻസികൾക്ക് മാത്രം കൈമാറുക. അല്ലെങ്കിൽ അതിനെ നമ്മൾ വേറെ എന്തെങ്കിലും ഉപയോഗപ്രദമായ വസ്തുവായി മാറ്റാനുള്ള ഒരു ടെക്നോളജി കണ്ടുപിടിക്കുക. ഇങ്ങനെ പല രീതിയിലും നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യത്തെ ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ അതിലുള്ള ഏതെങ്കിലും ഒരു വശത്ത് വളരെ ചെറിയ ഒരു മാറ്റം വഴി നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യം നിങ്ങളുടെ നാട്ടിൽ നിന്ന്, നിങ്ങളുടെ സ്കൂളിന് ചുറ്റും നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലെ മൊത്തം പഞ്ചായത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡിൽ നിന്നെങ്കിലും ഒരു പ്ലാസ്റ്റിക് മാലിന്യവും പുറത്തു പോകില്ല എന്ന് ഉറപ്പുവരുത്താവുന്ന എന്തെങ്കിലും സൂത്രം നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു പ്രോജക്റ്റ് ആയിരിക്കും. Okay, thank you, sir. ചോദിച്ചോ. ആരാധ്യല്ലേ അത്? എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ. How we have to write points in the workbook based on this project? ഒന്നുകൂടി വായിക്കൂ. How we have to write points in the workbook based on this project? പോയിന്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്നത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും വിരോധമില്ല. ഏത് രീതിയിൽ UP കുട്ടികൾ അധികം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നല്ല മലയാളത്തിൽ, നമ്മുടെ നാടൻ മലയാളത്തിൽ എഴുതിയാൽ മതി. അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളത് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി, എത്രത്തോളം നമുക്കത് ചുരുക്കി അവിടെ എഴുതാൻ കഴിവുണ്ട് എന്നുള്ളത് അത് നിങ്ങളുടെ മിടുക്കാണ്. അപ്പോൾ അത് എത്ര പോയിന്റ് വേണമെന്ന് വെച്ചാൽ എഴുതാം, ചുരുക്കി എഴുതിയാൽ മതി. ദീപ കരുൺ, പ്ലാസ്റ്റിക്കിന് പകരം ഉപയോഗിക്കുന്ന പേപ്പർ ബാഗുകളും പേപ്പർ വേസ്റ്റും ധാരാളമായി കത്തിക്കുന്നുണ്ട്, അതും കാർബൺ കൂട്ടുന്നുണ്ടല്ലോ. ദീപ കരുൺ ഹലോ സാർ, ഞാനൊരു ടീച്ചറാണ്. ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കിത് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. പേപ്പർ വേസ്റ്റ് ധാരാളമായിട്ട് കത്തിക്കുന്നുണ്ട്. അതൊരു ടീച്ചറുടെ സ്കൂൾ ഏതാണ്? കണിച്ചുകുളങ്ങര സ്കൂൾ.
കാണിച്ചു തുടങ്ങി. ഓക്കെ. അപ്പോൾ ഈ പേപ്പറിൻ്റെ പ്രശ്നം പറഞ്ഞാൽ പേപ്പർ മാത്രമല്ല, നമ്മൾ കരിയിലകൾ വരെ കത്തിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഞാൻ ഓർത്തു സാർ, അങ്ങനെ എഴുതിയില്ലെന്നേ ഉള്ളൂ, കരിയിലകൾ കത്തിക്കുന്നതും. ഇത് രണ്ടും യഥാർത്ഥത്തിൽ നമ്മൾ തടയേണ്ടതാണ്. അത് രണ്ട് കാരണമാണ്. ഈ കരിയിലകൾ നമ്മൾ മണ്ണിൽ തന്നെ അലിയാൻ അനുവദിച്ചാൽ അത് പരിസ്ഥിതിപരമായ നേട്ടങ്ങൾ നമുക്കുണ്ടാകും എന്ന് മാത്രമല്ല, അതുകൊണ്ട് മലിനീകരണം കുറയ്ക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാവും. ഇത് രണ്ടും ഒരു ഗുണം എന്നുള്ള രീതിയിലുണ്ട്. മറ്റൊന്ന്, അത് കത്തിച്ചാൽ ഉണ്ടാകുന്ന, അത് പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ്, മോണോക്സൈഡ് മുതലായിട്ടുള്ള മാലിന്യങ്ങൾ അന്തരീക്ഷത്തിൽ കലരുന്നത് കൊണ്ടുണ്ടാകുന്ന സമീപവാസികൾക്കുണ്ടാകുന്ന രോഗവും നമ്മൾക്ക് തന്നെ ഉണ്ടാകുന്ന, കത്തിക്കുന്നവരും അതിൽ നിന്ന് ഒഴിവൊന്നുമില്ല, അവർക്കും ആവശ്യത്തിനധികം കിട്ടും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നം കടലാസിനെ സംബന്ധിച്ചിടത്തോളം, കടലാസ് അങ്ങനെ കത്തിച്ച് കളയുന്നത് വലിയൊരു ക്രിമിനൽ കുറ്റമാണെന്ന് പറയും. എന്താ അറിയോ, കടലാസിനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാം. ഉദാഹരണത്തിന് വളരെ മഹാത്മാഗാന്ധി പഴയ കാലത്ത്, സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ വേസ്റ്റ് പേപ്പർ, അദ്ദേഹം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വന്ന കത്തുകളുടെ എൻവലപ്പ് അതിൽ തിരിച്ച് എഴുതുക, അല്ലെങ്കിൽ ആ എൻവലപ്പ് തുറന്നിട്ട് അതിൻ്റെ സൈഡ് മാറ്റി മടക്കി ഒട്ടിച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടി അന്ന് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ആൾക്കാരുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇതൊക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ കടലാസ് നമ്മളങ്ങനെ വേസ്റ്റ് ചെയ്ത് കളയരുത്, അങ്ങനെ പുനരുപയോഗിക്കണം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടലാസിനെ നമ്മൾ ഷ്രെഡ് ചെയ്തിട്ട് ചെയ്യാം. ഇതൊന്നും വേണ്ട, വെറുതെ കടലാസ് നമ്മൾ ഒരു പാത്രത്തിലെടുത്ത് പച്ചവെള്ളം എടുത്ത് അതിനകത്ത് കുറച്ച് നേരം കുതിർത്തി വെച്ചതിന് ശേഷം ഒരു മിക്സിയിൽ നമ്മളതൊന്ന് അടിച്ചു. ഞാൻ ചെറിയൊരു ഐഡിയ പറയാണ്. ഒരു മിക്സിയിൽ അത് അടിച്ച് അതിനെ നമ്മൾ പേപ്പറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റിങ്ങുകളുണ്ടല്ലോ, മരത്തിൻ്റെ തുണി ഇങ്ങനെ വെച്ചിട്ട് അതിൽ എംബ്രോയിഡറി സ്ത്രീകൾ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? പെൺകുട്ടികളൊക്കെ അത് തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെയുള്ള ഒരു എംബ്രോയിഡറി ഫ്രെയിമോ അല്ലെങ്കിൽ ഒരു ചതുരത്തിലുള്ള ഒരു വുഡൻ ഫ്രെയിമോ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു നേരിയ പഴയ മുണ്ടിൻ്റെ ഒരു തുണിക്കഷ്ണം വെക്കുക. അതിനകത്ത് ഈ അടിച്ച മിശ്രിതം നമ്മൾ ഒഴിച്ചാൽ അതിൽ നിന്ന് കുറേ വെള്ളം ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനം മങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു വളരെ പരുക്കനായിട്ടുള്ള ഒരു കാർഡ് പേപ്പറായിട്ട് കിട്ടും. അതിനെ നമ്മളൊരു ചപ്പാത്തി കോല് കൊണ്ടൊന്ന് നന്നായിട്ട് ഉരുട്ടുകയോ, അല്ലെങ്കിൽ ഇസ്തിരി ഇടുന്നതിന് ശേഷം അയണിങ് കഴിഞ്ഞിട്ട് അവസാനം കുറച്ച് ചൂട് മാത്രം ഉണ്ടാവില്ല, ആ സമയത്ത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി ഉണക്കി വെച്ചിട്ടുള്ള കടലാസ് മുഴുവൻ ഒന്ന് ഇസ്തിരിയിട്ട് ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രീറ്റിംഗ്സ് കാർഡ് കൊടുക്കാനോ, അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിൻ്റെ കവറാക്കി വെക്കാനോ, അല്ലെങ്കിൽ ഒരു ഡയറിക്ക് കവറാക്കി വെക്കാനോ, അല്ലെങ്കിൽ ആശംസകൾ അയക്കാൻ വേണ്ടി എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ പെയിൻറ് ചെയ്യാനോ ഒക്കെ ഉള്ള ബേസായിട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ കടലാസിന് മാർക്കറ്റിൽ വലിയ വിലയുമുണ്ട്. അത് നിങ്ങൾ അതിൻ്റെ എഡ്ജൊക്കെ കട്ട് ചെയ്ത് ഭംഗിയാക്കിയിട്ട് ഇത്തരം സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാലയത്തിൽ തന്നെ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. അവിടെ എന്തെങ്കിലും സ്കൂൾ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ഡെക്കറേഷന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം. ഇതിന് ചെറിയൊരു കളറിങ്ങും കൂടി ചേർത്ത് കൊടുത്താൽ വളരെ ഭംഗിയുള്ള പലതും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പല പല സൂത്രങ്ങളുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ ചെയ്യാവുന്ന സൂത്രങ്ങളുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും സൂത്രങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു ആശയം നിങ്ങൾ കൊണ്ടുവരിക, നല്ലൊരു പ്രോജക്റ്റ് ആയിരിക്കും. ഓക്കെ സർ. ഒരു പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കും വേറെ ടോപ്പിക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? Sir, when we are doing this project, we can choose another topic, so we must do this topic. ഇല്ല, നിങ്ങൾക്ക് എന്ത് പ്രോജക്റ്റ്, അതിലൊന്നും നമ്മൾ ഇടപെടുകയില്ല. നിങ്ങൾക്ക് ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ നിങ്ങളെ 1-2 എണ്ണം കണ്ട് ഇതിലേതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഇതിൽ ഏത് ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ ഉള്ള ചെറിയ നിർദ്ദേശങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഞങ്ങളെ ബന്ധപ്പെട്ട് ഇമെയിൽ കൂടി ബന്ധപ്പെട്ടാൽ ഞങ്ങൾ നിർദ്ദേശം തരാം. അതിൽ ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് പ്രോജക്റ്റും എടുക്കാം, അതിന് ഒരു നിർബന്ധവുമില്ല. Okay, sir. Thank you. ശരി. ഓക്കെ, ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ?
ബാലകൃഷ്ണൻ സാർ ചോദിക്കോട്ടെ? ആ. ബാലകൃഷ്ണൻ സാർ ലൈനിലുണ്ടോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല പറയുന്നത്. ആണോ? എന്തോ അദ്ദേഹത്തിന് ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. എല്ലാരെയും ഒന്ന് അൺമ്യൂട്ട് ചെയ്യുന്നു. പൊന്നുബാബു ടീച്ചർ ഉണ്ടോ? പൊന്നുബാബു അത് ടീച്ചർ ബാലകൃഷ്ണൻ സാർ മ്യൂട്ടായി നിൽക്കുവാണ്. അവർക്ക് എന്താ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്ന് എഴുതിയാണെങ്കിൽ മൊബൈലാണെങ്കിലും ഒന്ന് ചെയ്താൽ മതി, ഞെക്കി കൊടുത്താൽ മതി. ഹലോ ഹലോ സർ. പ്രശ്നമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം പറ്റി. ഹലോ സർ. പറഞ്ഞോ പറഞ്ഞോ. പൊന്നുബാബു ടീച്ചർ ഉണ്ടോ? അതെ സാർ, ഞാൻ പൊന്നിബാബുവാണ്. സാറേ, ഇതിനകത്ത് നമ്മുടെ പറയൂ. ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോ ഇപ്പൊ ഇല്ലേ വെക്കേഷൻ സമയമാണല്ലോ സാറേ. അപ്പൊ കുട്ടികൾക്ക് പലരും റിലേറ്റീവ്സിന്റെ വീടുകളിലും ഒക്കെ പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ അത് ഈ UP കുട്ടികളാണല്ലോ, 5, 6, 7 ക്ലാസ്സിലെ കുട്ടികളാണല്ലോ. അപ്പൊ ഇവർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവര് കുറച്ചുകൂടെ ഇതായിട്ടിരിക്കുമ്പോ എല്ലാ കുട്ടികളെയും ഈ ഗ്രൂപ്പായിട്ട് കുട്ടികൾക്ക് ഐഡിയാസ് ഷെയർ ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഇപ്പം വളരെ കുറവായിരിക്കും. മറ്റേ ക്ലാസ് ടൈമിലായിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇതിന്റെ കൂട്ടത്തിൽ കുട്ടികളെ കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി നമ്മൾ കുട്ടികളെ വിളിച്ചു ചേർത്ത്, അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയം കുറച്ച് ഇവർക്ക് തമ്മിൽ കണ്ട് അല്ല, അത് എല്ലാ ഗ്രൂപ്പുകൾക്കും ഈ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കുറേ ഗ്രൂപ്പുകൾക്ക് ഉണ്ടാവും. ഇതിനെ ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളിത് ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ മാസം നമുക്ക് ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ടായിരുന്നു കമ്പനിയുമായിട്ട്. അപ്പോഴും ഞങ്ങൾ ഈ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പുകളിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഒരുപക്ഷെ നിങ്ങൾ മെൻറ്റർ ടീച്ചേഴ്സ് ഇടപെട്ടിട്ട് ആ ഗ്രൂപ്പിന് കൂടിച്ചേരാനുള്ള ഏതെങ്കിലും അപ്പോൾ അവരുടെ കംപ്ലീറ്റ് അവർ ഇങ്ങനെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. അല്ലാത്തവർക്ക് എങ്ങനെയെങ്കിലും പിന്നെ ഫിസിക്കലായിട്ട് കൂടിച്ചേരാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ അവരെ പിന്നെ ഗൂഗിൾ മീറ്റിലോ അങ്ങനെ അവർ 4 പേരല്ലേ ഉള്ളൂ, അവരെ എങ്ങനെയെങ്കിലും നമ്മൾ പെടുത്തി അവരെ ഒരു ഗ്രൂപ്പാക്കി ഓൺലൈനിൽ അവർ സംസാരിച്ച് ആശയങ്ങൾ ആ പീരീഡിൽ അവർ അങ്ങനെ വീട് വിട്ട് പോകുന്ന അവസരത്തിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ അത് കുറച്ച് ബാച്ചുകൾക്കേ അത് വരുള്ളൂ. ആ ബാച്ചുകൾക്ക് ആ രീതിയിലുള്ളൊരു സംവിധാനം മെൻറ്റർ ടീച്ചേഴ്സും സ്ഥാപനവും വിദ്യാഭ്യാസ സ്ഥാപനവും ഇടപെട്ട് ചെയ്താൽ ആ ഗ്രൂപ്പിനും പങ്കെടുക്കാൻ പറ്റും. പക്ഷേ ബാക്കി ഒരു ബഹുഭൂരിഭാഗം ഗ്രൂപ്പുകൾക്കും അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്നുള്ള ഇൻപുട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടിയെങ്കിൽ മാത്രമേ അതിനെന്തെങ്കിലും നമുക്ക് നിർദ്ദേശം വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പ്രോജക്റ്റ് ജൂലൈ 23 മറ്റോ നമുക്ക് തീർക്കണം. അതാണ് ഒരു കൊല്ലത്തെ പ്രോജക്റ്റാണ്. നമുക്കത് സമയം നീട്ടിക്കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെക്കേഷനിൽ തന്നെ ചെയ്ത് തീർക്കാൻ മിക്കവർക്കും, അതിപ്പോൾ കോളേജ് ലെവലിലുള്ള കുട്ടികൾക്കൊക്കെ വെക്കേഷനാണ് അവർക്ക് കൂടുതൽ സൗകര്യം. കാരണം അത് കഴിഞ്ഞാൽ അവർക്ക് ഇൻറ്റേൺഷിപ്പ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പലരും പല വഴിക്കൊക്കെ പോവുകയാണ്. അപ്പോൾ അവരെ താങ്ക് യു സർ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കാൻ? വിജയ് സാർ കേൾക്കുന്നുണ്ടോ സാർ? നിങ്ങളൊരു അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നമ്മൾ ഏപ്രിൽ 22 എർത്തഡേയാണ്. എർത്തഡേയിൽ നമുക്ക് ഗ്രീൻ എനർജി ഫോറം ഒരു ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അറിയാം, എർത്തഡേയുടെ പ്രാധാന്യം അറിയാമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയമായിരിക്കും നല്ലതെന്നുള്ളത് പറഞ്ഞാൽ, ഡേ ടൈം ആണോ ഈവനിങ് ആണോ സൗകര്യം? നിങ്ങൾ മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ മൊത്തം കുട്ടികൾക്ക് വേണ്ടി നടന്ന പ്രോഗ്രാമാണ്. എങ്കിലും നിങ്ങളുടെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ്. ഏത് സമയമായിരിക്കും നല്ലത്? ഡേ ടൈം ആണോ ഈവനിങ് ആണോ? നൈറ്റ് എന്ന് പറഞ്ഞാൽ 7 മണിക്കാണോ? ആരുടെ അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പമില്ല, എന്നാൽ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടാ. അതെ സാറേ, കുട്ടികളൊക്കെ ഒന്ന് ഫ്രീ ആവുന്ന സമയമായിരിക്കുമല്ലോ. അപ്പൊ 7 മണിയാണോ നല്ലത്? ഓക്കെ, തോന്നുന്നു എല്ലാവരുടെയും മെജോറിറ്റിയുടെ അഭിപ്രായം നോക്കാം. ഓക്കെ. എന്തുപറ്റി സാർ?
ഓക്കെ, താങ്ക് യു വെരി മച്ച്. സാറിന് അത് ഡിസ്കണക്ട് ആയി, സാറിന് ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് 7 മണിക്ക് പ്രോഗ്രാം വെക്കാം. 20 സെക്കൻഡ് എർത്ത് ഡേയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ തന്നെ അറിയാമല്ലോ. അപ്പൊ ഈ ഇന്നത്തെ ഈ മീറ്റിംഗില് മധുകൃഷ്ണൻ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇല്ല, എല്ലാവരും വളരെ ആക്റ്റീവായിട്ടും വളരെ ചടക്കത്തോടെയും പങ്കെടുത്തിരുന്നു. ഓക്കെ. ശരി, നമുക്ക് ഈ മീറ്റിംഗിലെ വോട്ടോ താങ്ക്സ് പറയാനായിട്ട് നമ്മുടെ ട്രഷറർ സുരേഷ് കുമാർ സാറ്, അദ്ദേഹം സിംഗപ്പൂരാണല്ലോ, സിംഗപ്പൂരിൽ നിന്ന് പോയി ജോയിൻ ചെയ്യും. സുരേഷ് കുമാർ സാർ പ്ലീസ്. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട ശ്രീ VK ദാമോദരൻ സാർ, സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീ രത്നകുമാർ സാർ, ലബ്ബ സാർ, മധുകൃഷ്ണൻ, മറ്റു ടീച്ചേഴ്സ്. വീഡിയോ ഓൺ ചെയ്തേക്ക്. ബാലകൃഷ്ണൻ സാറുണ്ടേ? ഉണ്ടോ? അല്ല, ബാലകൃഷ്ണൻ സാറിന്റെ പേര് ബാലകൃഷ്ണൻ സാർ. ഈ പരിപാടിക്ക് സ്വാഗതം പറഞ്ഞ ശ്രീ ലബ്ബ സാറിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാതെ ഈ പ്രോജക്റ്റിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളും അതെങ്ങനെ പൂർത്തിയാക്കണമെന്നുള്ളതും കുട്ടികളുടെയും അധ്യാപകരുടെയും സംശയങ്ങൾക്ക് മറുപടിയും പറഞ്ഞ ശ്രീ VK ദാമോദരൻ സാറിന് ഗ്രീൻ എനർജി ഫോറത്തിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോജക്റ്റിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററും GF-ൻ്റെ ജനറൽ സെക്രട്ടറിയും GF-ൻ്റെ മെമ്പറും ആലപ്പുഴ ജില്ലയുടെ കോർഡിനേറ്ററുമായ ശ്രീ മധുകൃഷ്ണനും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും GF-ൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മധുകൃഷ്ണൻ, നമ്മുടെ ബാലകൃഷ്ണൻ സംസാരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റി. കഴിഞ്ഞ പ്രാവശ്യം എന്തോ പ്രശ്നം ഉണ്ടായി, അവരുടെ എക്യുപ്മെന്റിന്റെ സെറ്റിംഗ്സിന്റെ ഇഷ്യൂ. സാറിനും പ്രശ്നം പറ്റി. ഓക്കെ, നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും നിങ്ങൾ നല്ല പ്രോജക്റ്റ് ചെയ്യട്ടെ, സമയബന്ധിതമായി ചെയ്ത് നിങ്ങൾ ഇമെയിലായിട്ട് അയച്ചാൽ മതി. ആ പ്രോജക്റ്റ് മൊത്തം ആദ്യം അയക്കണ്ട, അതിന്റെ ഒരു കണ്ടന്റ് മാത്രം പോയിന്റ്സ് അയച്ചു കഴിഞ്ഞാൽ സാറ് തന്നെ കറക്റ്റ് ചെയ്ത് ഇമെയിലായിട്ട് മറുപടി വരും. അത് കഴിഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. കാരണം ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം കേട്ടിട്ട് മാത്രം നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് നല്ലത്. എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക്സ്. Thank you, sir. താങ്ക് യു.